ഹായ് ഗുഡ് മോർണിംഗ്. ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ തന്നെ വർഷയെ കാണാനായിട്ട് ജാൻസി വില്ലയിലേക്ക് വരികയാണ് കേട്ടോ വിവേക്. അങ്ങനെ രാത്രി തന്നെ വർഷ അവിടെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്നൊരു ചൂള വിളിക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. അയ്യോ പ്രഷർ ലീക്കായോ, അയ്യോ പ്രഷർ ലീക്കായോ, ഇതെന്താ സംഭവിച്ചതെന്ന് നോക്കുമ്പോൾ വിവേകാണ്. എന്താ വിവേക് ഇങ്ങനെ ഈ ജനലിൻ്റെ അവിടെ വന്ന് നിൽക്കുന്നത്? എനിക്ക് തന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം. ആൻറ്റി അറിഞ്ഞ മോശമാണ് ഈ രാത്രി ഇങ്ങോട്ട് വന്നതെന്ന് പറയുന്നു. അതാണ് പ്രശ്നം. ഞാനിതെല്ലാം ഒരു തഞ്ചത്തിലും തരത്തിലും അമ്മയോട് പറയാമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ നമ്മുടെ ഫ്രണ്ട്സ് ആണെങ്കിൽ ഒരു സൂപ്പർ ഫാസ്റ്റ് ആയതുകൊണ്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്നു. പക്ഷേ ഇങ്ങോട്ട് വരുന്നത് അമ്മയ്ക്ക് ഇഷ്ടമല്ലെങ്കിലും മല്ലികാക്ക എപ്പോഴും എൻ്റെ പുറകെയുണ്ട്. ഞാൻ എങ്ങോട്ടാണ് പോയതെന്ന് അന്വേഷിക്കാൻ അമ്മ പറഞ്ഞു വിട്ടതാണ്. അവരെ കണ്ണ് വെട്ടിച്ചിട്ടാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത് എന്ന് പറയുന്നു. എന്നാൽ പെട്ടെന്ന് പൊയ്ക്കൂടെ? അതെങ്ങനെ? താൻ വാതിൽ പറഞ്ഞ അടുക്കള വാതിലത്തെ ഞാനേ ഉള്ളിൽ കയറട്ടെ, എനിക്ക് കുറച്ച് ഭാവി കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എനിക്ക് ഈ രാത്രി ഒന്നും കേൾക്കേണ്ട. താൻ പോയ വിവേക് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഞാൻ പോകാൻ വരുന്നില്ല, എനിക്ക് കുറച്ച് സംസാരിക്കണം എന്ന് പറഞ്ഞ് വർഷയുടെ കൈ കയറി പിടിക്കുന്നു കേട്ടോ. അതിനുശേഷം തന്നെ പെട്ടെന്ന് പോയ വിവേക് എന്തീ കാണിക്കുന്നത്? താളെ തന്നോട് പുറത്ത് വെച്ചിട്ട് എനിക്ക് സംസാരിക്കാം, ഇവിടെ നിന്ന് വേണ്ടെങ്കിൽ വേണ്ട, തൻ്റെ കൂടെ ഞാനും വരുന്നുണ്ട് എന്ന് പറയുന്നു. ഡെലിവറിക്ക് പോകുമ്പോൾ അത് പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് അവിടേക്ക് അഞ്ച് വരുന്നുണ്ട്. എന്താ താൻ ഈ പറയുന്നത്? ആരെ ആട്ടി വിടുന്നത് പോലെയൊക്കെ തോന്നുന്നുണ്ടല്ലോ. ഓ, ഒരു കണ്ടം പൂച്ച വന്ന് നിൽക്കുന്നുണ്ട് അപ്പുറത്തെന്ന് പറയുന്നു. ആ സമയത്ത് വിവേകാണെങ്കിൽ ഒരു പൂച്ചയുടെ സൗണ്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഓ പൂച്ച, ഒരു കള്ളൻ പൂച്ചയാണെന്ന് തോന്നുന്നു. ആ അതെ, എന്തൊക്കെയോ തട്ടിമറിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് എന്തായാലും. എന്നാലേ പൂച്ചയ്ക്ക് ഇത്തിരി പാല് കൊടുത്താലോ, നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അഞ്ച് പുറത്തേക്ക് ഇറങ്ങുന്നു. ആ സമയത്ത് പൂച്ചയെ നീ എവിടെയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കാര്യം അഞ്ചുവിന് മനസ്സിലായി അത് വിവേകാണെന്ന്. മല്ലികാക്കയാണെങ്കിൽ അഞ്ചു പാപ്പ, വിവേക് സാർ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നോ? ഇല്ലല്ലോ, ഞാൻ വിവേകിനെ കണ്ടതേ ഇല്ല, ഇങ്ങോട്ടും വന്നിട്ടില്ല. ഓ, എന്നാൽ ഞാൻ അവിടെ പോയി നോക്കട്ടെ, മാഡം അന്വേഷിക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു പോന്നു. ആ സമയത്ത് മഴ ചാറുന്നുണ്ട്. അഞ്ചുവാണെങ്കിലോ വിവേകിനോട് പറയുന്നുണ്ട്, വിവേകിൽ നിന്നല്ല പൂച്ചയെ പെട്ടെന്ന് പോയിക്കോ, മഴ ചാറുന്നുണ്ടെന്ന് പറയുന്നു കേട്ടോ. അങ്ങനെ വിവേക് പോകുന്നു. അതിനുശേഷം തന്നെ പെട്ടെന്ന് തന്നെ അഞ്ചകത്തേക്ക് കയറി വരുന്നുണ്ട്. ഒരു പൂച്ച ശല്യം കാരണം ഇനി നിൽക്കാൻ സൗകര്യമില്ലല്ലോ. ഇപ്പം പൂച്ചയുടെ വിചാരം കണ്ണടച്ച് പാല് കുടിച്ചാൽ ആർക്കും അറിയില്ലെന്നാണ്, ഞങ്ങൾക്കൊക്കെ മനസ്സിലാവുന്നുണ്ടെന്ന് പറഞ്ഞു പോകുന്നു കേട്ടോ. പിന്നീടാണെങ്കിൽ പിറ്റേ ദിവസം തന്നെ നമ്മുടെ വർഷ ഡെലിവറിക്ക് പോകാനായിട്ട് ഒരുങ്ങി വരുന്നു. ആ സമയത്ത് അഭി വരുന്നുണ്ട്. എടോ 10 മിനിറ്റ് നിന്നിട്ടുണ്ടെങ്കിൽ ഞാനും തൻ്റെ കൂടെ വരാമെന്ന് പറയുന്നു. 10 മിനിറ്റോ? എന്തിനാ 10 മിനിറ്റ്? ഞാനേ ഒന്നും കഴിച്ചിട്ടില്ല, കഴിച്ചിട്ട് വരാം. ആ തൻ്റെ കഴിക്കലല്ലേ, എത്ര സമയം എടുക്കുമെന്ന് എനിക്കൊക്കെ അറിയാം. എനിക്ക് നേരത്തെ പോകണം. ഇന്ന് പുതിയ 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 സാറ് ചാർജ് എടുത്തിട്ടുണ്ടല്ലോ, ഇന്നേ നിങ്ങൾ എന്നെ വിട്ടില്ല, ഇന്നെങ്കിലും പോകണമെന്ന് പറയുന്നു. ആ സമയത്ത് അഞ്ചു വരുന്നുണ്ട് കേട്ടോ. എടോ അബി, ഇപ്പം നമ്മളുടെ രണ്ടുപേരുടെയും സീറ്റല്ല ഇപ്പത്, മൂന്നാമത് ഒരാൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. അതാരാ? ശിവയാണോ? ശിവയ്ക്ക് വണ്ടിയുണ്ടല്ലോ, പിന്നെന്താ? ശിവയല്ല, ഇവിടെ കറങ്ങി നടക്കുന്ന ഒരു കള്ളൻ പൂച്ചയുണ്ടെന്ന് പറയുന്നു. ഓ, ലൈസൻസ് കിട്ടിയല്ലോ, ഇനിയിപ്പോൾ എന്താ പേടിക്കാനല്ലേ, ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ നിൻ്റെയൊക്കെ കാര്യം. എന്തെങ്കിലും ആവട്ടെ, എന്തായാലും എനിക്കും പണിയുണ്ടെന്ന് പറഞ്ഞ് വർഷയും പോകുന്നുണ്ട്, അതുപോലെ അഞ്ചും പോകുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് അഭി പറയുന്നുണ്ട്, എനിക്കും ഉണ്ട് പണി, ഞാനും പോട്ടെ എന്ന് പറയുന്നു കേട്ടോ. അതിനുശേഷം തന്നെ വർഷ വിവേകിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് വിവേക് അങ്ങോട്ട് വരുന്നുണ്ട്. എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണല്ലേ? അത് വിനത്താനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നില്ല, ഇന്ന് ഡെലിവറി എങ്ങോട്ടൊക്കെയാണെന്നൊക്കെ അന്വേഷിക്കുമായിരുന്നു എന്ന് പറയുന്നു. എന്നാലേ നമുക്ക് ഒരുമിച്ച് പോവാം. അപ്പോഴത്തേനും ആ ഒരു ബാഗ് അവിടെ ഉണ്ട്, ബാഗ് ഞാൻ മടിയിൽ വെച്ചാൽ മതിയോ? അങ്ങനെ ഇങ്ങനത്തെ റൊമാൻസിനൊന്നും ഞാൻ താല്പര്യമില്ല, എനിക്ക് ഡ്യൂട്ടി സമയത്ത് ഡ്യൂട്ടി ചെയ്തേ പറ്റൂ. എന്നാലും നിന്നെ ഞാൻ വെറുതെ വിടില്ല, നിന്നെ ഫോളോ ചെയ്തിട്ട് തന്നെ വരും പറഞ്ഞ് കാറിനടുത്തേക്ക് പോകുന്നു കേട്ടോ. ആ സമയത്ത് തന്നെ ദലമാലൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. തൻ്റെ യാത്രയും കാശി യാത്രയൊക്കെ കഴിഞ്ഞ് അങ്ങ് വരുന്നുണ്ട്. അതിനുശേഷം തന്നെ ഓ ഡാഡി എത്തിയല്ലോ. ഡാഡി കുറച്ച് അഭിനയിക്കൊന്നും വേണ്ട, കാര്യങ്ങളൊക്കെ മമ്മിക്ക് മനസ്സിലായി. ഡാഡി ഗോവയിലേക്കാണ് പോയതെന്നൊക്കെ മമ്മി തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു. അയ്യോ, ആ ഓട്ടോക്കാരനെ പറഞ്ഞു വിടണ്ടായിരുന്നു, അതിലൂടെ തന്നെ പോവുമായിരിക്കും നല്ലത്. ഇനി എന്താ വസുവിൻ്റെ അവസ്ഥ? എന്താ? കലി തുള്ളി കോമരമായിട്ട് നിൽക്കുന്നുണ്ട്. എന്താ പറയാൻ പോകുന്നത് എനിക്കേ അറിയില്ല. അയ്യോ എന്ന് പറയുന്നു കേട്ടോ. അതിനുശേഷം തന്നെ ഞാൻ ഡാഡിയെ സപ്പോർട്ട് ചെയ്ത് നിൽക്കാം. ഒരു പക്ഷേ ഒരു കാര്യമുണ്ടെങ്കിൽ എനിക്ക് സപ്പോർട്ട് ചെയ്ത് ഡാഡി നിൽക്കണം. നിനക്കെന്തേ സപ്പോർട്ട് ചെയ്ത് ഞാൻ നിൽക്കുന്നത്? അതൊക്കെ പറയാം, വായോ നമുക്ക് പോകണോ, വായോ എന്ന് പറഞ്ഞ് പിടിച്ച് വലിച്ച് കൊണ്ടുപോകുന്നു. അങ്ങനെ വസുന്ധരയുടെ അടുത്ത് ചെല്ലുന്നുണ്ട്. അങ്ങനെ ഒരു ചായയൊക്കെ കുടിച്ചിരിക്കുന്ന വസുന്ധരയുടെ അടുത്തേക്ക് ധനപാലൻ എത്തുന്നുണ്ട്. വസു, നിനക്ക് സുഖമാണോ? അപ്പോൾ അതൊന്നും മൈൻഡ് ചെയ്യാതിരിക്കുന്നുണ്ട്. ധനപാലൻ എവിടേക്കായാലും പോയിട്ടുണ്ടായിരുന്നത് ചോദിക്കുന്നുണ്ട്. അയ്യോ, ഞാൻ തീർത്ഥാടനത്തിൽ പോയതായിരുന്നില്ലേ,
തൻ്റെ തീർത്ഥാടനം ഇതായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഗോവയിൽ ഇരിക്കുന്നൊരു ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതാരാണെന്ന് പറഞ്ഞ് നോക്കുന്നു. അപ്പോഴത്തേനും മല്ലിക പറയുന്നുണ്ട്, ആ സാറിൻ്റെ ഈ ഫോട്ടോ അടിപൊളിയായിട്ടുണ്ടല്ലോ, അയ്യോ ഇത് ചിത്രമായിരിക്കും എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതൊന്നല്ല, എൻ്റെ ഫ്രണ്ട് അവിടെയുണ്ട് ഗോവയിൽ, അവളെ എനിക്ക് എടുത്തയച്ച് തന്ന തൻ്റെ ഈ ഫോട്ടോ എന്ന് പറയുന്നു. താൻ എന്നെ പറ്റിച്ചുകൊണ്ട് പോവല്ലേ എന്ന് പറയുന്നുണ്ട്. തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, മകനും അങ്ങനെ തന്നെയാന്ന് പറയുന്നു. അവനെന്താ നിന്നെ പറ്റിച്ച് എന്ന രീതിയിലൊക്കെ ധനപാലന് അറിയില്ലല്ലോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. അവനും നിങ്ങൾ വേലി ചാടിയ മകൻ മതിൽ ചാടിയ ഒരവസ്ഥയാണ്. എന്നെക്കൊണ്ട് കൂടുതൽ സംസാരിപ്പിക്കാൻ നിൽക്കണ്ട, മര്യാദയ്ക്ക് എങ്ങോട്ടാച്ചാ പൊയ്ക്കൊള്ളാനായിട്ട് പറയുന്നു, ദേഷ്യപ്പെടുന്നു കേട്ടോ. അപ്പോഴത്തേനും പെട്ടെന്ന് തന്നെ ധനപാലൻ വിവേകിനോട് ചോദിക്കുന്നുണ്ട്, നീ ഏത് മതിലാടാ ചാടിയത്? മല്ലികയ്ക്കാണെങ്കിലോ, അത് വിവേക് സാർ ആ ജാൻസി വില്ലയുടെ മതിലാണ് ചാടിയുന്നത്. മതിലില്ലാത്ത മതിൽ നീ എങ്ങനെയാടാ ചാടിയെന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. നിങ്ങളൊന്ന് പോയ മല്ലികാക്ക എന്ന് പറഞ്ഞിട്ട് മല്ലികാക്കനെ പറഞ്ഞയച്ചു വിടണം. എന്താണ് പ്രശ്നം? ഏത് മതിലാണ് നീ ചാടിയത്? അതൊക്കെ ഡാഡിയോട് പറയാം. ഒന്ന് കുളിച്ച് ഫ്രഷായി ഭക്ഷണം കഴിക്കുക, എന്നിട്ട് നമുക്ക് വിശദമായിട്ട് സംസാരിക്കാമല്ലോ എന്ന് പറയുന്നു കേട്ടോ. അതിനുശേഷം തന്നെ ഫുഡ് എടുക്കാൻ വേണ്ടിയിട്ട് വർഷയുടെ ഫ്രണ്ടോടെ വരുന്നുണ്ട്. ആ സമയത്ത് പുതിയ സാറിനെ കുറിച്ചൊക്കെ കൂടുതൽ സംസാരിക്കുന്നുണ്ട്. സാർ ഇവിടെ പഴയ സമയത്ത് ഉണ്ടായിരുന്നു, പിന്നീട് വീണ്ടും ഇവിടുന്ന് പോയതാണ്. ഭയങ്കര സ്ട്രിക്റ്റാണ്, നമുക്കിനി ഓഫീസിൽ കയറാൻ പറ്റുമോയെന്നറിയില്ല. അതിനുശേഷം പറയുന്നുണ്ട്, മൃദുൽ സാറാണെന്ന് എന്ത് സുഖമായിരുന്നു. കാരണം എനിക്ക് റെൻറ്റിന് കൊടുക്കാനുള്ള പൈസയൊക്കെ എക്സ്ട്രാ ഞാൻ ജോലി ചെയ്താലൊക്കെ സാറ് തരുമായിരുന്നു. ഇനിയിപ്പോൾ അതൊന്നും പ്രതീക്ഷിക്കേണ്ടടോ. പക്ഷേ ലോഡിങ്ങുകാരുടെയൊക്കെ അഭിപ്രായം എന്താ? അവർക്കൊക്കെ ഈ സാറിന് ഒത്തിരി ഇഷ്ടമാണ്. ഇത് പണി നന്നായിട്ട് എടുക്കുന്നവരെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന സാറാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അവർക്ക് കൂടുതൽ ബോണസൊക്കെ കൊടുക്കാറുണ്ടെന്ന് പറയുന്നു. അപ്പോൾ അത്ര മോശമാവുന്നില്ല എന്ന് പറയുന്നുണ്ട്. അത് ചിലപ്പോൾ നല്ല സ്ട്രിക്റ്റ് ആയിട്ടുള്ള സംസാരം മാത്രമേ ഉണ്ടാവുള്ളൂ, സാറ് പാവമായിരിക്കും എന്ന് പറയുന്നു. അങ്ങനെ ഫുഡൊക്കെ കൊടുത്തിട്ട് പോകാനായിട്ട് നിൽക്കുന്നു കേട്ടോ. അങ്ങനെ ഡെലിവറിക്ക് പോകാനായിട്ട് നിൽക്കുന്ന വർഷയെ തടഞ്ഞുകൊണ്ട് രാഘവൻ വരുന്നുണ്ട്. അതിനുശേഷം മോളെ എന്നൊക്കെ വിളിച്ച് ഭയങ്കര ഒലിപ്പിച്ച സംസാരമാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതിനുശേഷം തന്നെ തൻ്റെ ഈ ഒരു സ്നേഹം കണ്ടിട്ട് എന്തോ ഒരു പരിപാടി ഒപ്പിക്കാനുള്ള പണിയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് പറയുന്നു. മോളെ, എൻ്റെ നളിനിയെ ഞാൻ എന്നും സ്വപ്നം കാണുന്നുണ്ട്, അതുപോലെ ആർച്ച മോളെയും. നമുക്കൊരു വീട് വേണ്ടേ മോളെ? ഇപ്പോൾ മോൾ ഒപ്പിട്ടാൽ മാത്രമേ നമുക്ക് ഒരു വീട് കിട്ടുള്ളൂ. മോളെയും കൊണ്ട് ഞാൻ അങ്ങോട്ടല്ലേ പോവേണ്ടത്. അവിടെ വെച്ചിട്ട് വേണം മോളുടെ കല്യാണം നടത്താനെന്ന് പറയുന്നു. ആ ചന്ദ്രദാസുമായിട്ടാണോ? അയാളോട് പോകാൻ പറയാം. അതെൻ്റെ ബുദ്ധിമോശം കൊണ്ട് അന്ന് സംഭവിച്ചു പോയതാണ്. ഒന്നെങ്കിൽ നമ്മൾ ശ്രീനാഥിനെ കണ്ടുപിടിച്ച് നിന്നെ കെട്ടിക്കും, അല്ലെങ്കിൽ ആ ഹൗസ് ഓണറുടെ മകനുണ്ടല്ലോ, അയാളെ നിനക്ക് ഇഷ്ടമാണെങ്കിൽ, അയാളെ വിശ്വാസമാണെങ്കിൽ അച്ഛൻ നടത്തി തരും ആ കല്യാണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇതിൽ ഒപ്പിടും മോളെ, നമുക്ക് ജീവിക്കണ്ടേ എന്നൊക്കെ പറയുന്നുണ്ട്. തൻ്റെ മനസ്സിലിരിപ്പ് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ദുരിതബാധിതർക്കുള്ള ആ വീട് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റൊരു കച്ചവടം നടത്തി ആ പൈസയും തനിക്ക് എടുക്കാൻ വേണ്ടിയിട്ടല്ലേ തൻ്റെ ആ മനസ്സിലിരിപ്പ് കൊള്ളാം. ഞാൻ അതിനൊരിക്കലും സമ്മതിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. നീ ഇവിടെ നിന്ന് സമ്മതിക്കാതെ ഇതിൽ ഒപ്പിടാതെ നീ പോവില്ല. അങ്ങനെ വണ്ടിയുടെ ചാവി എടുക്കുന്നുണ്ട് കേട്ടോ. ആ ചാവി ഇങ്ങ് താന്ന് പറയുന്നുണ്ട്. നടക്കില്ല, ഇതിൽ ഒപ്പിടാതെ നീ എങ്ങോട്ടും പോവില്ല എന്നൊക്കെ പറഞ്ഞ് അയാളാണെങ്കിലോ വാശി പിടിച്ച് നിൽക്കുന്നുണ്ട്. വർഷയ്ക്ക് ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കുവാണ് കേട്ടോ. ചിലപ്പോൾ അവിടേക്ക് ശ്രീനാഥ് വരാനും സാധ്യതയുണ്ട്. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷം കഴിയുന്നത്.